ഞാനിവിടെ രാവിലെ വന്നപ്പോൾ അന്വേഷിച്ച് പറയാൻ പറ്റും 25 വർഷത്തോളമായിട്ട് ഇതിവിടെ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് നടന്നു പോകുന്ന ഒന്നാണ്. അപ്പോൾ അവര് നല്ല സൗകര്യം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടേറെ പ്രൊജക്റ്റുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ആരോഗ്യ സൗന്ദര്യ സംവർദ്ധക ജാഗ്രതാ സന്ദേശങ്ങൾ 100 വീടുകൾ കൈമാറി. എന്ന് വെച്ചാൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നോടൊന്ന് വെറുപ്പൊന്നും തോന്നരുത്. അത് എത്ര കണ്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം മുഖാമുഖം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് പറഞ്ഞ ഒരു അനുഭവം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കുറച്ച് കാലമായി നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, അവര് പിന്നെ ടീച്ചേഴ്സ് കൂടി ഉണ്ട്. അവർക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അത് പിന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. 2 സംഗതികൾ. ഒന്ന് മെർക്കുറി. സയൻസ് വിദ്യാർത്ഥികൾ ഇതിലുണ്ടോ? ഉണ്ട്. മെർക്കുറി, മറ്റൊന്ന് ലെഡ്. ഈ 2 സാധനമാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ പിന്നെ ചുണ്ടിലേക്ക് തേച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആ സമയത്തൊക്കെ മെല്ലെ മെല്ലെ കുറേശ്ശെ അതിങ്ങനെ വയറ്റിനകത്തേക്ക് ചെല്ലും. അവസാനം ഇത് സംഭവിക്കും. ക്യാൻസർ ഇങ്ങനെ പറയുന്നത് അല്ലെ, ക്യാൻസർ വരും എന്നാണ് പറയുന്നത്. ഞാനത് മനസ്സിലാക്കി സാറ് പറഞ്ഞ ലഹരിയെ കുറിച്ച് പറഞ്ഞു. ലഹരിയേക്കാളും വലിയ ഒരു ലഹരിയായിട്ട് അത് മാറുന്നുണ്ട് എന്ന് നിങ്ങൾ വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, എന്റെ അനുഭവം വെച്ചിട്ട് പറയണം. ലഹരിയായിട്ട് അത് മാറുന്നുണ്ട്, അതൊരു അഡിക്ഷനായി മാറി. കാരണം ഞാൻ പഠിപ്പിക്കുന്ന +2 ക്ലാസ്സിലെ ഒരു 4-5 പെൺകുട്ടികളെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി അവരെ നിരീക്ഷിച്ച് അവർ ഈ ലിപ്സ്റ്റിക്കിന്റെ വരുള്ളൂ. ഞാൻ ക്ലാസ്സിന് പല രീതിയിൽ വായിക്കുമ്പോൾ അവസാനം പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രയാസമാണ് കുട്ടികളെ കളിയാക്കാറുണ്ട്. അത് ഞാൻ ചെയ്തു. കളിയാക്കി നോക്കിയിട്ടും അവരെ എന്റെ മുന്നേ ക്ലാസ് ഒന്നും ഇത് ഒഴിവാക്കി. അവസാനം ക്ലാസ് കഴിഞ്ഞ് റോഡിലെത്തുമ്പോൾ ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ വീണ്ടും ഇവിടെ കണ്ടു. അങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഈ വിഷയം അവരോട് അവതരിപ്പിച്ച് ഈ രണ്ടിന്റെയും മെർക്കുറിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. രക്ഷിതാക്കൾ വന്നു. അവര് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാക്ക് തന്നു പോയതാണ്. ഞാനിന്ന് ഇലക്ഷന്റെ പ്രോസസ്സൊക്കെ ആയിട്ട് 2 ആഴ്ച ലീവാണ്. 2 ആഴ്ച ലീവായി. പിന്നെ അവിടെ ഈ ക്രിസ്മസ് പരീക്ഷ നടക്കുന്ന സമയത്ത് ഞാനൊരു പ്രിൻസിപ്പൾ എന്ന നിലയ്ക്ക് ജസ്റ്റ് ക്ലാസ്സിലൊന്നും ഇങ്ങനെ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഈ 5 പെൺകുട്ടികള് നന്നായിട്ട് അതിനേക്കാളും ഓവറായിട്ട് കട്ടിയിൽ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇരിക്കണം. പരീക്ഷകളുടെ ഇങ്ങനെ പരീക്ഷയില്ല ഒന്നും കിട്ടാൻ എനിക്ക് പറ്റില്ല. ഞാൻ തലതായിട്ട് പരീക്ഷ. അപ്പൊ അത്രമാത്രം നിങ്ങൾ പറഞ്ഞു വിട്ടത് അത്രമാത്രം നിങ്ങളത് അതൊരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ രോഗമാണ്. അത് രോഗമായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമുക്ക് നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി ഉണ്ടല്ലോ. നമ്മളെന്തിനാ ഈ കൃത്രിമ സൗന്ദര്യത്തിലേക്ക് പോകേണ്ടത്? നമ്മൾ സൗന്ദര്യമില്ലാതെ മറ്റുള്ളവരെ തോന്നുകയാണ്. ആ ഒരു തോന്നൽ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണോ വരുന്നത്? അതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഡ്രസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലിപ്സ്റ്റിക് പോലുള്ള നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ആരോഗ്യത്തിന് മാരകമായ രീതിയിൽ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കെമിക്കൽ കണ്ടന്റ് അടങ്ങുന്ന സാധനങ്ങൾ, വസ്തുക്കൾ, പ്രൊഡക്ട്സ് നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ 10-ാം തീയതി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റും. അതാണ് ഞാൻ 1-ാം തീയതിയുടെ ഒരു പച്ചക്കറികൾ നിങ്ങൾ കുറച്ചുകളൊന്നും വേണ്ടാവുന്നതുകൊണ്ടാണ് ഇന്നത്തോട് കൂടിയിട്ട് അത് അവസാനിക്കുക. മറ്റാർക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചു, കേരളത്തിലെ ദേശീയ ശരാശരിയേക്കാളും ക്യാൻസർ രോഗികളുടെ എണ്ണം കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 15% തുകയാണ് കേരളത്തിലെ ഒരു കണക്ക് പറയുന്നത്. അത്രമാത്രം ഇത് വർദ്ധിച്ചു വരണം. നമ്മളൊക്കെ ഒരിക്കലും 50, 60, 70 വയസ്സായ ആളുകൾക്കല്ല, കൊച്ചുകുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വരെ ഇത് കൂടാനുള്ള കാരണം ജീവിതശൈലി, നമ്മുടെ ഭക്ഷണശൈലിയിൽ വന്ന മാറ്റങ്ങളും ഇത്തരത്തിലുള്ള ഈ പിന്നെ എന്താണ് ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകളുടെ അമിതമായ ഉപയോഗവുമാണ് കാരണമെന്ന് ഒരുപാട് മെഡിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് പരസ്യമായിട്ട് പറയുന്നത് പോലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ നമ്മളിങ്ങനെ മെല്ലെ 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 എന്താ പറയാ, നമ്മൾ ആ മാരക രോഗത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കണം. ഞങ്ങളൊക്കെ തന്നെ പൊതുപ്രവർത്തകർ കൂടിയാണ്, ക്ലബിന്റെ ഒക്കെ ആളുകളാണ്. നമ്മളെ ഈ ചുറ്റുവട്ടം തന്നെ 8-ഓ 10-ഓ ക്യാൻസർ രോഗികൾ ഈ ഒരു ക്ലബിന്റെ പരിസരത്ത് തന്നെ ഉണ്ട്. അതൊന്നും 90 വയസ്സ് കഴിഞ്ഞ ആളുകളല്ല, അതിൽ പലരും ചെറുപ്പക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ദയവ് ചെയ്ത് ഈ ഒരു 1-ാം തീയതി ഒരു ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രതിജ്ഞ പുതുക്കാനുള്ള ഒരു അവസരമായി പ്രിയപ്പെട്ട മക്കൾ എന്നാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിച്ചത്.
മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇന്ററാക്ഷനിലൂടെ നമുക്ക് പറയാമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവിധ ഭാവി ജീവിതത്തിലേക്കുള്ള ആശംസകൾ അർപ്പിക്കുന്നു. ഈ ക്യാമ്പിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത അറിവുകൾ, സ്കില്ലുകൾ നിങ്ങളെ ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഒരു അഭ്യർത്ഥനയാണ്. അപ്പൊ എല്ലാവരും അവനവന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മോട്ടോർ സൈക്കിൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് പിടിക്കും എന്നുള്ള ഉദ്ദേശം അല്ലാത്ത രീതിയിൽ സ്വന്തം സ്വയരക്ഷക്കാണെന്നുള്ള രീതിയിൽ ഹെൽമെറ്റ് ധരിക്കുക, ഇതെല്ലാം ചെയ്യുക. ദയവ് ചെയ്ത്, കാരണം ഞാനിപ്പോ എന്റെ മക്കളെ മാതിരിയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. ഈ 2 ആൺമക്കളെ അക്കൗണ്ടന്റ് ആയിട്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ മകൾ വർഷക്കാലമായി ഈ നാടിന്റെ സാമൂഹിക, സാംസ്കാരിക, കലാകായിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പ്രദേശത്തിന്റെ ജീവനായി കഴിയുമെന്നും പറയാൻ നമുക്ക് താല്പര്യമില്ല.